ഇത് കൂട്ടുപലിശയിൽ നിന്നുള്ള ചോദ്യമാണ്. കൂട്ടുപലിശയിൽ നിന്നുള്ള ചോദ്യം തന്നെയാണ്. സോ ഒരു നിക്ഷേപത്തിന് 10% പലിശയ്ക്ക് 3 വർഷത്തേക്കുള്ള സാധാരണ പലിശയും കൂട്ടുപലിശയും തമ്മിലുള്ള വ്യത്യാസം 930 ആയാൽ നിശ്ചിത നിക്ഷേപം എത്രയാണ് ചോദ്യം. അപ്പോൾ തന്നിരിക്കുന്ന കാര്യം നമുക്ക് എഴുതാം. R is equal to 10%, ഇയർ or N is equal to 3 years. CI കോമ്പൗണ്ട് ഇൻട്രസ്റ്റും അതേപോലെ സിമ്പിൾ ഇൻട്രസ്റ്റും തമ്മിലുള്ള വ്യത്യാസം എന്ന് പറയുന്നത് 930 ആണെങ്കിൽ എമൗണ്ട് എത്രയാണെന്നാണ് ചോദ്യം. അപ്പോൾ കാണാനുള്ള സൂത്രവാക്യമാണ് D × 100/R × 100/R. ഇത്രയും ചെയ്ത് കഴിഞ്ഞാൽ 2 കൊല്ലത്തേക്ക് കിട്ടും. 3 കൊല്ലത്തേക്ക് കിട്ടണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? 100/300 + R എന്ന് ചെയ്യണം. ഓക്കെ, നമുക്കത് ഇവിടെ ചെയ്ത് നോക്കാം. 930 × 100/10 × 100/10 × 100/310. സോ ഇവിടെ നമുക്ക് പറയാം ഇതിനെ പോലെ ഈ 0 നോക്കി പോലെ. ഇനി 31 എന്ന് പറയുന്നത് 930 ആവാൻ 930 ആവാൻ എത്ര പ്രാവശ്യം ഗുണിക്കേണ്ടി വരും? 31 നമുക്ക് 3 കൊണ്ട് അല്ലേ? സോ 30 പ്രാവശ്യം അല്ലേ? 30 പ്രാവശ്യം 31 3 കൊണ്ട് ഗുണിച്ചാൽ നമുക്ക് 93 കിട്ടും. 31 ഗുണിച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യും? 30 പ്രാവശ്യമാണെങ്കിൽ എന്ത് ചെയ്യും? 31 നമുക്ക് 930 അല്ലേ? നമുക്ക് കൂടെ 30 × 10 × 10 × 10 എന്നാണ് ആൻസർ കിട്ടിയത്. ആൻസർ കിട്ടും 4 0 കൊടുത്തതില്ലേ? സോ